നമുക്കൊന്ന് ഈസി ആയിട്ടുള്ളൊരു സ്നാക്സ് റെഡിയാക്കി എടുത്താൽ അത് 4 മണിക്ക് സ്നാക്സ് ആയിട്ട് ഉപയോഗിക്കാം. അതേപോലെ നല്ല തിരക്കുള്ള ദിവസമാണെങ്കിൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉപയോഗിക്കട്ടോ. ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് ആണെന്ന് ഇത്. അപ്പോൾ നമുക്കതെങ്ങനെ റെഡിയാക്കി എടുക്കണമെന്ന് നോക്കാം. ഞാനൊരു പാൻ അടുപ്പിൽ വെച്ചിട്ട് 1 ടീസ്പൂൺ നെയ്യ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു വലിയ സവാള കൊത്തി അരിഞ്ഞതും കൂടെ ചെറുതാക്കി അരിഞ്ഞിട്ട് അതും കൂടെ ഇട്ട് കൊടുക്കുക. ചെറിയ സവാള ആണെങ്കിൽ 2 എണ്ണം എടുക്കട്ടെ. എന്നിട്ട് ഗോൾഡൻ കളർ ആവുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുത്തിട്ട് അതിലേക്ക് 2 പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞതും ഇത്തിരി ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിനാവശ്യമായിട്ടുള്ള മസാലകൾ ഇട്ട് കൊടുക്കുക. 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, അതുപോലെ ഒറിഗാനോ ഉണ്ടെങ്കിൽ ഒറിഗാനും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായി വഴറ്റിയെടുക്കട്ടോ. ഒന്ന് ഡ്രൈ ആക്കുന്നത് വരെ വഴറ്റിയെടുക്കണം കേട്ടോ. നിങ്ങൾക്ക് എൻ്റെ ഈ റെസിപ്പീസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ലൈക്കും സപ്പോർട്ടൊക്കെ ചെയ്യണം കേട്ടോ. ഇനി നമ്മൾക്ക് ഇതിലേക്ക് ഒരു ബാറ്റർ റെഡിയാക്കി എടുക്കുക. അതിന് ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ഒരു 1.5 ബൗള് മൈദ എടുത്തിട്ടുണ്ട്. ഇത്തിരി ഉപ്പിട്ട് കൊടുക്കുക. മുട്ടയുടെ വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതുപോലെ വാനില എസൻസ് ഉണ്ടെങ്കിൽ അതൊരു ഡ്രോപ്സ് ഒഴിച്ചു കൊടുക്കുക. പിന്നെ പാല് 1/2 ഗ്ലാസ് പാലും ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ബാറ്റർ നന്നായി അടിച്ചെടുക്കാം. എന്നിട്ട് ഈ അധികം ലൂസും ആവരുത്, അതേപോലെ നല്ല ടൈറ്റും ആവരുത് കേട്ടോ. നല്ല കട്ടിയായാൽ നമുക്ക് അത് വെന്ത് കിട്ടില്ല. അപ്പം ഇനി നമുക്കൊരു പാന് അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് ഇത്തിരി കൂടുതൽ നെയ്യ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് എല്ലാ ഭാഗത്തും ഒന്ന് ആക്കിയതിന് ശേഷം നമ്മൾ ഈ അടിച്ചു വെച്ചിട്ടുള്ള ബാറ്റർ ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇതേ പരുവത്തിലാവണം കേട്ടോ അതിൻ്റെ ലൂസ്. എന്നിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കണം നമ്മളെ സവാളയുടെ കൂട്ടുണ്ടല്ലോ അത് ഇതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ നിരത്തി കൊടുക്കുക. ഇനി നമ്മൾക്ക് മുട്ട വേവിച്ചതാണ് വേണ്ടത്. ഞാനൊരു 4 മുട്ട വേവിച്ചിട്ട് അതിനെ സെൻറ്റർ കീറിയിട്ട് ഇതുപോലെ ഇതിൻ്റെ മുകളിൽ നിരത്തി കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കൂടുതൽ മല്ലിയില അരിഞ്ഞിട്ട് അതും ഇട്ട് കൊടുക്കുക. ചീസ് ഉണ്ടെങ്കിൽ ചീസ് ഇട്ട് കൊടുക്കുക. അത് ഓപ്ഷണലാണ്. ചീസ് ഇട്ട് കൊടുത്താൽ കൂടുതൽ ടേസ്റ്റാണ്. മൊസറല്ല ചീസ് ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കുക. എൻ്റെ കയ്യിൽ സ്ലൈസ് ചെയ്ത ചീസാണുള്ളത്, ഞാൻ അതാണ് വെച്ച് കൊടുക്കുന്നത്. എന്നിട്ട് മൂടി വെച്ചിട്ട് ഒരു 15 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് വേവിക്കുക. എന്നിട്ടൊരു 15 മിനിറ്റ് കഴിഞ്ഞാൽ ഒരു പാത്രത്തിൽ നെയ്യ് തൂവിയിട്ട് അത് ഇതിലേക്ക് മറിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് അതേ പാനിൽ തന്നെ ഇട്ട് കൊടുത്തിട്ട് ഒരു 3 മിനിറ്റ് വീണ്ടും ഒന്ന് വേവിച്ചെടുക്കുക. അപ്പം നമ്മളെ ഈ സ്നാക്സ് റെഡി ആയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അസ്സലാമു അലൈക്കും.